ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനീസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ലീവ് എൻകാഷ്മെൻ്റ് ആണ്. ലീവ് എൻകാഷ്മെൻറ്റിൻ്റെ തിയറി പോർഷൻ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കി എന്താണ് ലീവ് എൻകാഷ്മെൻ്റ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 4 കണ്ടീഷൻസാണ് വേണ്ടത്. ഇൻ ദ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് 4 കണ്ടീഷൻസ് നമ്മൾ നോക്കണം. അതിൽ ലീസ്റ്റ് ഏതാണോ ദാറ്റ് എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് ആകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സെക്കൻഡ് പോയിൻ്റ് നോട്ടിഫൈഡ് ലിമിറ്റായ 3 lakhs. ദെൻ ആവറേജ് സാലറി ഫോർ 10 months. നെക്സ്റ്റ് വൺ ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. ലീവ് ഡ്യൂ ചില പ്രോബ്ലത്തിൽ ലീവ് ഡ്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ചില പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പീരീഡ് ഇൻറ്റു 1 മൈനസ് ലീവ് ഓൾറെഡി അവൈൽഡ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. മിസ്റ്റർ എക്സ് വാസ് എംപ്ലോയിഡ് ഇൻ എ കമ്പനി. He retired from service on 1st January 2024. റിട്ടയർ ചെയ്യുന്നത് 1st ജാനുവരിയിലാണ്. After completing 30 years of service. From 1st July 2022, his pay scale was rupees 8,000, 200, 10,000, 300, 13,000, and he was getting DA at the rate of 20% of his pay under the terms of employment. അപ്പോൾ ഇവിടെ സാലറിയുടെ കൂടെ DAയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. He had 7 months earned leave to his credit which was approved. അപ്പോൾ ലീവ് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. Hence he was paid rupees 57,400 as a salary and 11,480 as DA. Compute the amount exempt regarding encashment of earned leave. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് ഇവിടെ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അസ്യൂം ചെയ്യാം ഇൻ എ കമ്പനി. അപ്പോൾ ഹീസ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. എത്രയാണ് ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത്? 57,400 പ്ലസ് 11,480. ദറ്റ് ഈസ് 68,880. Then second one, notified limit. That is 3 lakhs. Then നമ്മൾക്ക് ഇനി 2 പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സാലറി കമ്പ്യൂട്ട് ചെയ്യണം. ആവറേജ് സാലറി ഫോർ 10 months. എങ്ങനെയായിരിക്കും സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി. Computation of average salary. ഇവിടെ സാലറിയുടെ പേ സ്കെയിലാണ് തന്നിരിക്കുന്നത്. ഫ്രം 1st July 2022 ആണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് പേ സ്കെയിൽ വാസ് rupees 8,000. അപ്പോൾ 1st July 2022 മിസ്റ്റർ എക്സിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ ഇൻക്രിമെൻറ്റ് വരുന്നത് ₹200 ആണ്. അപ്പോൾ അയാളുടെ സാലറി എന്ന് പറയുന്നത് 8,200 ആണ്. ഇയാൾ സർവീസിൽ നിന്നും മിസ്റ്റർ എക്സ് വാസ് റിട്ടയേർഡ് ഫ്രം സർവീസ് ഓൺ 1st January 2024 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും സാലറി എടുക്കേണ്ടത്? 1st July 2022
Then next July, 1st July 2023, 1st July 2023 to 31st March 31st March 31st March 31st December 31st December 2023. 1st ജനുവരിയിൽ അയാൾ റിട്ടയർഡ് ആകുകയാണല്ലോ. അപ്പോൾ എത്ര മാസം വരും? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം. ദാറ്റ് ഈസ് 8,200 into 6. That is equal to 49,200. അപ്പോൾ 6 മാസത്തെ സാലറി നമുക്ക് 10 മന്ത്സ് ആവറേജ് സാലറി ആണ് വേണ്ടത്. ഇനി നമ്മൾക്ക് 4 മന്ത്സും കൂടി വേണം. അപ്പോൾ 30th ജൂൺ വരെ അയാളുടെ സാലറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8,000 ആണ്. അപ്പോൾ 8,000 into 4, that is 32,000. മാർച്ച് തൊട്ട് 1st മാർച്ച്, അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. മാർച്ച് ടു 30th ജൂൺ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 4 മാസം. 8,000 into 4, that is 32,000. അപ്പോൾ ഇയാളുടെ ടോട്ടൽ സാലറി എത്ര വരും? ടോട്ടൽ സാലറി ഈസ് 81,200. ആവറേജ് സാലറി ഫോർ 10 മന്ത്സ്. ഇനി ഇതിൻ്റെ കൂടെ DA കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 20% ഓഫ് ഹിസ് പേ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാലറി ഇൻക്ലൂഡ്സ് DA. ദെൻ ആഡ് DA. That is 81,200 into 1/5. We get 16,240. 16,240. $97,440. അതാണ് ആവറേജ് സാലറി ഫോർ 10 മന്ത്സ്. അപ്പോൾ വാട്ട് ഈസ് ദ ആവറേജ് സാലറി? ആവറേജ് സാലറി ഈസ് ഈക്വൽ ടു average salary equal to 97,440 divided by 10. We get 9,744. This is the average salary. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകാം. ആവറേജ് സാലറി ഫോർ 10 മന്ത്സ് അല്ലെങ്കിൽ ആവറേജ് സാലറി ഇൻറ്റു 10 മന്ത്സ്. ആവറേജ് സാലറി ഇൻറ്റു 10 മന്ത്സ്. That is 97,440. 97,440. നാലാമത്തത് ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. Average salary is 9,744 into leave due is 7. But then what is the amount? That is 68,208. $68,280. ഇതിൽ ഏതാണോ ലീസ്റ്റ് ആയിട്ട് വരുന്നത് ആ എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ എക്സംപ്റ്റഡ് ലീവ് എൻകാഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ exempted amount of encashment അല്ലെങ്കിൽ leave encashment
ഈസ് 68,208. പ്രീവിയസ് വീഡിയോയിൽ എത്രയാണോ ടാക്സബിൾ എമൗണ്ട് ഓഫ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എത്രയാണോ എക്സംപ്റ്റഡ് എമൗണ്ട്, അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് നോക്കി അതിൽ ഏതാണോ ലീസ്റ്റ് വരുന്നത് ആ എമൗണ്ടാണ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.